അങ്ങനെ മൈമി പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് എത്തിയിരിക്കുക കേട്ടോ. ശ്രീകൃഷ്ണപുരത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു ഫാമിലി ഷോപ്പാണ്. ഫാമിലി ഷോപ്പിന്റെ പേര് സഞ്ജു ഫാഷൻ ആണ്. ആ സഞ്ജു ഫാഷൻ ഫാമിലി ഫാഷൻ ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മൈമി പങ്കുവെക്കുന്നത്. വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ആ പാർക്കിംഗ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് ഇവിടെ കയറി വന്നപ്പോൾ ഫീൽ ചെയ്തത്. നമുക്ക് അതിന്റെ അകത്തുള്ള വിശേഷങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, സഞ്ജു ഫാഷന്റെ അകത്ത് കയറിയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഡെക്കോർ ചെയ്തിട്ടുള്ള വലിയ നല്ലൊരു പർച്ചേസ് ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അതിൻ്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ആണെങ്കിലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് മുണ്ടുകളുടെ ഏതാണ്ട് വലിയൊരു ഏരിയ, ഇന്നർ വെയറിലും അതുപോലെ തന്നെ ഒരുപാട് സെഗ്മെന്റുകൾ ഈ ഭാഗത്ത് കാണാൻ കഴിയും കേട്ടോ. സഞ്ജു ഫാഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ ഈ ഭാഗത്തുണ്ട്. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഓട്ടോ, MCR, ഹീറോ, LLP, LP തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ ഒരു ശേഖരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു ഫാമിലി ഷോപ്പിന് എന്തൊക്കെ വേണ്ടി വരും അതെല്ലാം സഞ്ജു ഫാഷനിലുണ്ട് കേട്ടോ. ഇവിടെ കയറി വന്നപ്പോൾ സാധാരണ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഫാൻസി മുതൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് സഞ്ജുവിൽ അവൈലബിൾ ആണ്. ഇത് സഞ്ജുവിൻ്റെ ഫാൻസി കൗണ്ടർ കേട്ടോ. സാധാരണ ഫാൻസി ഷോപ്പുകളേക്കാൾ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ഇതിന് വേണ്ടിയിട്ട്. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള എല്ലാ സെഗ്മെൻറ്റുകളും, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ വാനിറ്റി ബാഗ് ഉൾപ്പെടെയുള്ള, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ടോയ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഫാൻസിയുടെ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ വന്ന ഒരു ഫ്രണ്ട്ലി ആയിക്കൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട് കൊണ്ട് വന്നാൽ മതി അല്ലേ. അതിന് വേണ്ട എല്ലാ സെഗ്മെൻറ്റുകളും ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടുത്തെ സഞ്ജുവിൻ്റെ ഒരു ഫാൻസിയുടെ പ്രത്യേകത എന്താണ്? ലേഡീസിനും വേണ്ട എല്ലാ ചോയ്സുകളും ഉണ്ടാവും, ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളത്. സാധാരണ ഈ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ഇത് തൂക്കി പിടിച്ച് നമ്മൾ ഫാൻസി ഷോപ്പുകളിൽ കയറിയായിരുന്നു. ഇവിടെ വന്നാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകത. സഞ്ജുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വിശാലമായിട്ടുള്ള ഈ ഒരു ഏരിയ അല്ലേ, നമുക്ക് ഈ ഒരു ഏരിയ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ബെഡ്ഷീറ്റ് മുതൽ ഓൾമോസ്റ്റ് ഒരു ഫാമിലിക്ക് വേണ്ട ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ കഴിയും അല്ലേ. എന്താണ് ഈ ഫ്ലോറിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? കർട്ടൻസ് ഒക്കെ ഉണ്ട്, സെറ്റി കവർ. സ്വാഭാവികമാണ് ഒരു ഷോപ്പിൽ വരുമ്പോൾ നമുക്ക് പല ചോയ്സുകൾ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ നമുക്ക് സഞ്ജുവിൽ ഉണ്ട്. സാധാരണ ഒരു തുണിയെടുത്ത് പോകൽ മാത്രമല്ല, അത് കവർ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് അല്ലേ മോസ്റ്റ്ലി ഇവിടെ വെക്കുന്ന. സഞ്ജുവിൻ്റെ ഈ ഒരു ഏരിയ വിശാലമായിട്ട് കാണുന്നത് സാരിക്ക് മാത്രമുള്ള കേട്ടോ. അപ്പോൾ സെറ്റ് സാരിയൊക്കെ പ്രത്യേകിച്ച് ഓണമൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഏരിയയിൽ വന്നാൽ കാണാൻ കഴിയും. അപ്പോൾ സാരിയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേണ്ടി വരുന്നതാണ് റണ്ണിങ് മെറ്റീരിയൽസ് തിരഞ്ഞിട്ടുള്ളൊരു പോട്ട്. ഇവിടെ നോക്കി, ഇതിലെല്ലാ കളേഴ്സും ഓൾമോസ്റ്റ് ഇപ്പോൾ വേണ്ട പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒട്ടുമിക്ക കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ നോക്കിയാലും ഇത് കംപ്ലീറ്റ് റണ്ണിങ് മെറ്റീരിയലിൻ്റെ മാത്രമുള്ള ഒരു കൗണ്ടറാക്കും. അപ്പോൾ ഇതിലെല്ലാ സെഗ്മെൻറ്റുകളും ഇതിൽ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ വിശാലതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പർച്ചേസിങ് ഒരു അറ്റ്മോസ്ഫിയർ സഞ്ജുവിലുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഒക്കെ ഇപ്പോൾ പുതിയ വന്ന കളക്ഷൻസ് ആവുന്നു അല്ലേ? അതെ, ഓണത്തിന് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ അവരുടെ ഇതനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ഐറ്റംസ് ആണ്. ഇതെല്ലാം വില അടിച്ച് വണ്ടിയിലനുസരിച്ച് ഇങ്ങനെ സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ വന്നപ്പോഴേ ബ്രാൻഡുകളുടെ വലിയൊരു ശേഖരം. ഇപ്പോൾ വന്നത് ഒരു ബ്രാൻഡിൻ്റെ മാത്രമുള്ള ഒരു സെഗ്മെൻ്റാണ്. ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഓണമായിട്ടുള്ള കളക്ഷൻസ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസുകളിൽ നമുക്ക് ധാരാളം കളക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്രയധികം ഡിസ്പ്ലേയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നതേ സഞ്ജുവിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ വിശേഷങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ടൊന്ന് കാണാം. അപ്പോൾ സഞ്ജുവിൻ്റെ വിശാലമായിട്ടുള്ള ലേഡീസിന് മാത്രമുള്ള ഈ ഒരു വിശാലമായിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം മെറ്റീരിയൽസുകളാണ്. അതുപോലെ തന്നെ ഫ്രോക്കുകളായിക്കോട്ടെ, ലെഹങ്കകളായിക്കോട്ടെ, ഇന്ന് വേണ്ട ടോപ്സുകളിലൊക്കെ ഒരുപാട് സെലക്ഷൻ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇങ്ങ് കയറി വരുമ്പോഴേ ഇവിടെ ഏതാണ്ട് 3 ഭാഗങ്ങളായിട്ട് തിരിയുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ലോകത്തേക്കാണ് നമ്മളിഞ്ഞ് പോകാൻ പോകുന്നത്. തൊട്ടപ്പുറത്ത് കുട്ടികളുടെ തന്നെ ആൺകുട്ടികളുടെ ഒരു ലോകമാണ്, ഇപ്പുറത്ത് പെൺകുട്ടികളുടെ ഒരു ലോകമാണ്. നമുക്ക് പെൺകുട്ടികളുടെ വിശേഷങ്ങൾ ആദ്യം അറിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോകാം.
അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ മോഡേൺ ഡ്രസ്സുകൾ കാണാൻ നമുക്ക് ഇങ്ങ് മേലോട്ടൊന്ന് കയറി നോക്കാം അല്ലേ. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഡിസ്പ്ലേ ഇട്ട ഒരു പാറ്റേൺ തന്നെ നമുക്ക് മനസ്സിലാവും. പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഫാൻസിയാണ്, ഇപ്പോഴത്തെ മോഡേണുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ടോപ്സുകൾ, ഷോർട്ട് ടോപ്സിലൊക്കെ ഇത്തരം പ്രോഡക്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ എന്താണ് പ്രത്യേകത? ഇവിടെ കൂടുതലും ഒരു 2 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികളുടെയാണ് കൂടുതലും പോകുന്നത് അല്ലേ. ഇപ്പോൾ മോഡൽ എന്ന് പറയുന്നത് കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റാണ് ഇപ്പോൾ ട്രെൻഡ്, കോട്ട് സെറ്റാണെന്നാണ് പറയുന്നത്. കോട്ട് സെറ്റിന് വേണ്ട പ്രോഡക്റ്റുകൾ അല്ലേ. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ആ കളക്ഷൻസ് ആണ് അല്ലേ. ഓണത്തിൻ്റെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ആയി വരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടീനേജിലുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട പുതിയ ജനറേഷന് വേണ്ട എല്ലാ കളക്ഷനും ഒക്കെ സഞ്ജുവിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാം. താഴോട്ട് പോകുമ്പോൾ കുട്ടികളുടെ ന്യൂ ബോൺ ബേബി മുതൽ ഏതാണ്ട് ചെറിയ കുട്ടികളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുമ്പോൾ തന്നെ കളർഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബേബിയുടെ ഏരിയയിലേക്ക് കയറുമ്പോൾ കളർഫുൾ ആയിരിക്കും. ആ കളർഫുൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ സെലക്ഷൻ വരുമ്പോൾ അല്പം തിരക്കുണ്ടാവും. അപ്പോൾ തിരക്ക് നമുക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഫ്രോക്കുകളായിരിക്കും കണ്ടില്ലേ, ഫ്രോക്കുകൾ കണ്ടില്ലേ, കളർഫുൾ ആയിട്ടുള്ള ഫ്രോക്സുകളുണ്ട്. ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ ഒരുപാട് കളക്ഷൻസ്, പ്രത്യേകിച്ച് ബോംബെ കളക്ഷൻസാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കൂടുതലായിട്ട് കണ്ടത്. കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ്. അപ്പോൾ പാർട്ടി വെയർ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഓടി സഞ്ജുവിലേക്ക് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിക്കുന്നത് ന്യൂ ബോൺസിൻ്റെ മാത്രമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന കൗണ്ടേഴ്സിലൊക്കെ ന്യൂ ബോൺസിന് വേണ്ടി മാത്രമുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഇതിൽ കാണും. ഒപ്പം ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, മൈമിയുടെ പ്രോഡക്റ്റും സഞ്ജുവിലുണ്ട് എന്നുള്ളതാണ്. മൈമിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് ബോക്സ് മാത്രമല്ല നമ്മുടെ ആക്സസറീസ് പാറ്റേണിലൊക്കെ ബെഡ് റേഞ്ചിലൊക്കെ പാറ്റേൺസ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങ് കയറിയിട്ട് ജെൻസിൻ്റെ ബോയ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ നിങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും ജെൻസിന് വേണ്ട എല്ലാ പാൻറ്റിൻ്റെ മാത്രമുള്ളൊരു സെക്ഷനാണ്. സാധാരണ ഫാമിലി കൗണ്ടേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ജെൻസ് പലപ്പോഴും തൃപ്തിപ്പെടാറില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെൻസിന് വേണ്ട അല്ലേ ആ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൗണ്ടറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ ആളുകളിനെ കൂടി കണ്ടോ നിർത്തിയിരിക്കുന്നത്. എന്ത് പറയുന്നത്, ഇവിടുത്തെ എന്താണ് ഒരു അട്രാക്ഷൻ എന്തൊക്കെയാണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലായാലും എല്ലാവർക്കും ചെക്കന്മാരുടെ മോഡലുണ്ട് അല്ലേ. എല്ലാം ഓക്കെ. പോപ്പിൻസ് മിഠായി അടുക്കി വയ്ക്കുന്ന ഒരു ഫീലില്ലേ. ഇവിടെ വന്ന ഷർട്ടുകൾ ഇങ്ങനെയാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഫങ്ഷൻ വെയറിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം പ്ലെയിനിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു കളർ സെൻസിലുള്ള കുറേ പാറ്റേണിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ വരുന്നത് തീർത്തും കുട്ടികളുടെ മാത്രമുള്ള ബോയ്സിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. കിഡ്സ്, ന്യൂ ബോൺ സെഗ്മെൻറ്റിൽ മുതലുള്ള ബോയ്സിൻ്റെ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പാർട്ടി വെയറും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഏരിയയിലുണ്ട്. ഇതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ട ജീൻസിൽ വരുന്ന എല്ലാ സെഗ്മെൻറ്റിലുള്ള പാറ്റേൺ. 3/4 ഉണ്ടാവും. ട്രൗസേഴ്സ് ഉണ്ട്, ആ ഒരു ഏരിയയിലൊക്കെ ട്രൗസേഴ്സ്, ടീഷർട്ടിൻ്റെ മാത്രമുള്ളൊരു ഏരിയ ആണ്. ഇങ്ങ് വരുമ്പോൾ കുട്ടികളുടെ ടീഷർട്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ, ഇപ്പുറത്ത് അവരുടെ ഷർട്ട്സിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ വരുമ്പോഴേ വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ അതിന് വേണ്ട ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടില്ലേ, കംപ്ലീറ്റ് വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള വാരിയർ ബ്രാൻഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഓക്കെ, സൈസിലുള്ള കുർത്തകൾ, എല്ലാ മോഡൽസിലും അത്യാവശ്യം വെഡ്ഡിങ്ങിന് വേണ്ട വെഡ്ഡിങ് പർച്ചേസിങ്ങിന് പറ്റുന്ന കുർത്താസുകളുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്ക് കണ്ടില്ലേ, സഞ്ജു ഒരു ജനപ്രിയ ഷോപ്പാണ്, ശ്രീകൃഷ്ണത്തുകാരുടെ ഒരു ജനപ്രിയ ഷോപ്പാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു തിരക്കിലൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് വലിയൊരു ഏരിയയിൽ നിന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കസ്റ്റമറിന്റെ റിവ്യൂ നമുക്കൊന്ന് പറഞ്ഞു. എന്താണ് ഇവിടുത്തെ ഒരു അനുഭവവും വിശേഷങ്ങളും? ഞങ്ങളിപ്പോ ഇത് തുടങ്ങി സ്ഥിരം കസ്റ്റമറാണ്, സഞ്ജു തന്നെ. അപ്പൊ 24 വർഷങ്ങളുടെ ഒരു പാരമ്പര്യം സഞ്ജുവിനോടൊപ്പം തന്നെ ഈ ഒരു കസ്റ്റമറിന്റെ പാരമ്പര്യം, അതാണ് പറഞ്ഞത്.
ഡ്രസ്സുകളിലൊക്കെ ആ ഒരു കളക്ഷനും സെലക്ഷനും ഒക്കെ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഡെസ്റ്റിനേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യപ്പെട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. സഞ്ജുവിൽ ഇങ്ങനെ കുറേ ഫാമിലി കസ്റ്റമേഴ്സ് വരാറുണ്ട്. എന്താണ് സഞ്ജുവിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ഒന്നാമത് ഇവിടെ കുറെ സെലക്ഷൻസ് ഉണ്ട്, പിന്നെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് മോളുടെ മാരേജ് ഒക്കെ ആയിട്ട് അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള പുതിയ ഓപ്ഷൻസ് പുതിയതായിട്ടുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല ഇതാണ്. പിന്നെ കസ്റ്റമർ നല്ല റിലേഷൻഷിപ്പ് നല്ലതാണ്. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. വേഗം നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ടൈം ഓക്കെ. അപ്പൊ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് കേട്ടോ സഞ്ജുവിനെ. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോൾ സഞ്ജുവിന്റെ ഓണേഴ്സ് നമുക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. പലപ്പോഴും കാണാറില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് കണ്ടുകിട്ടിയിരിക്കുകയാണ്. എന്താണ് സാറേ ഇവിടെ വന്നപ്പോൾ നമുക്കുള്ളൊരു ഫീൽ കൂടി പറയാം. ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വലിയൊരു ലോകത്തെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. 24 വർഷങ്ങളുടെ ഒരു പാരമ്പര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണ് സഞ്ജുവിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകത? സഞ്ജുവിന്റെ പ്രത്യേകത പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു ലൊക്കാലിറ്റിയുടെ പൾസ് അറിഞ്ഞിട്ട് അങ്ങനത്തെ പർച്ചേസിംഗ് സ്റ്റൈലാണ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഈ നാട്ടിലത്തെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് അവർക്ക് സാധനങ്ങള് ഡെലിവറി ചെയ്യുന്നിടത്തും പ്രൈസിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. രണ്ട് പേരെയും കുറച്ച് നല്ല പ്രീമിയം കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാൻ കഴിയുന്നുള്ളത് അല്ലേ അതിന്റെ ഒരു പ്രത്യേകതയാണ്. സംതൃപ്തി. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു പർച്ചേസിംഗ് സ്റ്റൈല് സാധാരണ ലോക്കൽ ഏരിയയിൽ നിന്ന് മാത്രമല്ല അതിന്റെ തനത് കേന്ദ്രങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പർച്ചേസിംഗ് വിങ് തന്നെ സഞ്ജു ഫാഷനിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കസ്റ്റമർ സർവീസ് എന്ന് മനസ്സിലായത് വലിയൊരു സ്ട്രെങ്ത് നമുക്ക് സെയിൽസിൽ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഈ ഒരു ഷോപ്പിന്റെ വലിയൊരു പ്രത്യേകത ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.